Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Prayer ഞാനാണ് മാം. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കണ്ണടയ്ക്കുന്നു, വിദ്യയും രൂപവും നീയല്ലോ. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവേശ്വര. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവേശ്വര. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലോ. സൈനിങ് ഞാനാണ്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന അപർണ മിസ്സിനും എന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യും. Success is not a permanent and failure is not a final. Never stop working after success and never stop trying after failure. Welcome all to our new session. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? സെമിനാർ എടുത്തത് എന്താണ്? ഇമോഷൻസിന്റെ സെമിനാർ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തല്ലോ. സെമിനാർ കംപ്ലീറ്റ് ചെയ്തു. PDF ചെയ്തിട്ടു പറഞ്ഞിട്ടില്ല, ബുക്കിലേത് പറഞ്ഞിട്ടില്ല. സെമിനാർ പറഞ്ഞു. അപ്പൊ തരാം. നമ്മള് നീഡ്സ് എന്ന് പറയുന്നത് ഒന്ന് കാണിക്കട്ടെ. പിരമിഡ്. ഓക്കെ ഓക്കെ. പിങ്ക് കവർ അല്ലേ? മിസ്സേ കേട്ടില്ല. ബീഡ്സ് പിരമിഡ് ആണോ? ബീഡ്സ് പിരമിഡ്. ഓക്കെ, പ്രസ് ചെയ്തോടാ. എല്ലാവരും ചെയ്യാനുണ്ടോ? ചെയ്യും. ആടാ, നന്നായിട്ടുണ്ട് നീനു. ഫ്രെയിം. ഓക്കെ ഓക്കെ ഓക്കെ. ബട്ടൺസ്. ഓക്കെ, പ്രസ് ബട്ടൺ. മ്യൂട്ടാടാ. മറ്റേ ബട്ടൺ കാണിച്ചിരുന്നു നേരത്തെ. ഓക്കെ ഓക്കെ. മിഥുനാണോ നെക്സ്റ്റ്? അതെ മാം, കാണിക്കട്ടെ. പ്രസന്റ് ചെയ്തോടോ. നന്നായിട്ട്. പിങ്ക്. ഓക്കെ. പേപ്പർ. പ്രസ് ബട്ടൺ. ഓക്കെ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിലല്ല, 2 ഞാൻ കാണിച്ചതാണ്. ബാക്കി 3 ഞാൻ പിന്നെ കാണിക്കാട്ടോ. ചെയ്തു വെച്ചിട്ട് കുറച്ചായി, പക്ഷെ ഞാൻ അവിടെ അല്ല, അതുകൊണ്ടാണ്. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. മാം ഞാൻ ചെയ്തിട്ടുണ്ട്. പേര് മെസ്സേജ് അയക്കോ? അങ്ങനെ ഞാൻ ഓർഡറിൽ വിളിക്കാം. ഓക്കെ.
പേര് ആദ്യം വന്നില്ലല്ലോ. ശരണ്യ കേട്ടോ. ശരണ്യ പ്രസന്റ് ചെയ്തോളാം. കാണാമോ? Okay. ബീച്ച് കാണാം പിരമിഡ്. കാണാം. ബീച്ച് പിരമിഡ് കാണാൻ പറ്റും. ഓക്കെ ഇടാ. പിന്നെ കൊളുത്ത്. ആ ഹുക്ക് ഫ്രെയിം അല്ലേ? ആ ഫ്രെയിം ഓക്കെ ഇടാ. ഇതുണ്ടേ. കൊളുത്തേ മാം, കൊളുത്ത് ഫ്രെയിം. ഓക്കെ അല്ല, ചെറുത് അല്ലേ? പ്രസ്തുത. ഓക്കെ ഇടാ. ഇത് കൊളുത്ത് ഫ്രെയിം. ഓക്കെ 3 എണ്ണം അല്ലേ? ആ മറ്റേത് കാണിച്ചായിരുന്നു മിസ്സേ, നേരത്തെ 2 എണ്ണം. ഷൂ ലേസും ബട്ടൺ ഫ്രെയിമും കാണിച്ചായിരുന്നു. ഓക്കെ ഇടാ. താങ്ക് യു. ആയിരിക്കട്ടാ. ഓക്കെ. ഷില്ലു. പ്രസന്റ് ചെയ്തോടാ. അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാണാം. ഇത് ബീഡ്സ് പിരമിഡ് ആണ് മാം. ഓക്കെ ഇടാ. 11 മാത്രം ചെയ്തിട്ടുള്ളൂ. ആ മാം, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ചെയ്തോണ്ടിരിക്കുക, കംപ്ലീറ്റ് ആയില്ല. ഓക്കെ. മുബീശ്വറ. മുബീശ്വറ. കേൾക്കാൻ പറ്റുന്നുണ്ടാടാ? സർ വിളിച്ചോ? എന്റെ ഇടയിൽ പ്രസന്റ് ചെയ്തോടാ. ബീഡ്സ് പിരമിഡ് അതിനുള്ളു, ബാക്കിയൊക്കെ Okay, കാണിച്ചിട്ടുണ്ട്. ആ ഓക്കെ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് നീഡ്സില് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ദെൻ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് ഇമോഷൻസ് ആണ്. റോൾ ഓഫ് ഇമോഷൻ എടുത്തിട്ടില്ലല്ലോ? ഇല്ല മാം. ഇല്ല, എടുത്തിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത് റോൾ ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്ന് പറയുന്നത്. Emotion constantly become functional in the child relation to his fellow people, teachers, parents, siblings, and in school and home situation. കുട്ടികൾ സാധാരണയായിട്ട് ഇമോഷൻസ് എവിടെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? മെയിൻലി എക്സ്പെഷ്യലി അവരുടെ ഫാമിലിയിലായിരിക്കും അല്ലെ? പാരന്റ്സിന്റെ അടുത്ത്, അതേപോലെ തന്നെ സിബ്ലിങ്സിന്റെ അടുത്ത്, പിന്നെ സ്കൂളില്, പിയർ ഗ്രൂപ്പ്സില്, ഫെലോ പീപ്പിൾസ്, അതേപോലെ തന്നെ ടീച്ചേഴ്സ്, ഇതെല്ലാവർക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമോഷൻസ് എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. നമ്മൾ ഒരു നല്ല ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. എ ഗുഡ് ടീച്ചർ ഷുഡ് ബി കോൺഷ്യസ് ഓഫ് ഹിസ് ഇമോഷൻസ്. നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ആസ് വെൽ ആസ് ഹിസ് ഓൺ, സോ ദാറ്റ് നമ്മളുടെ പീപ്പിൾസിന്റെ ഇമോഷൻസിനെ കുറിച്ചിട്ടും നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടും നമ്മൾ എങ്ങനെയായിരിക്കണം? കോൺഷ്യസ് ആയിരിക്കണം അല്ലെ? എന്നാൽ മാത്രമാണ് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ലേണിംഗ് സിറ്റുവേഷൻ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. വിശക്കുന്ന സമയത്ത് ദേഷ്യം വരും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും ഞാൻ അവളോട് ദേഷ്യപ്പെടുന്നത്. എനിക്കറിയാം എനിക്ക് എന്ത് ഇമോഷൻ ആണ്, വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്നുള്ളത് എനിക്ക് നോർമലി അറിയാം. സോ ഞാൻ എന്ത് മാക്സിമം എന്താണ് ഫുഡ് സ്കിപ്പ് ചെയ്യാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് വിശക്കാതിരിക്കും. അതുവഴി ഒരു നല്ല ക്ലാസ്സിലാണ് സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചോദിക്കും, ആ ടീച്ചർ വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരും. പക്ഷെ ഞാൻ ഐഡന്റിഫൈ ചെയ്തതാണ് കേട്ടോ. നമ്മളുടെ മോണ്ടിസോറിയില് നിങ്ങൾ 21st ബാച്ച് ആണല്ലേ? 11th ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ടായിരുന്നു. മോണ്ടിസോറി 11th ബാച്ച്, 11ാമത്തെ ബാച്ച്. അതിന്റെ ടൈമിങ് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. 12:30 മുതൽ 1:30 വരെയായിരുന്നു ആ 11th ബാച്ചിന്റെ ടൈമിങ്.
12:30 to 12:30 to 1:30 ആയിരുന്നു ടൈമിംഗ് കേട്ടോ. ആ ടൈമിങ്ങിൽ നമ്മൾ ആ സാധാരണ ടൈം എന്ന് പറഞ്ഞാൽ 1 to 1:30 ഞങ്ങൾ ഫുഡ് ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ്. അപ്പൊ ആ ടൈമിലായിരുന്നു ഈ ക്ലാസ് വന്നിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം 2-3 ക്ലാസ്സിൽ സാധാരണ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഹാപ്പി ആയിട്ടാണ് കയറുന്നത്. ആദ്യത്തെ 2 ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഞാൻ ഈ ക്ലാസ് കയറുമ്പോൾ എനിക്ക് എന്താ പറയാ ദേഷ്യം വരുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ദേഷ്യം വരുന്നു, എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന് കാരണം എന്താ, ഞാൻ ഫുഡ് ലഞ്ച് കഴിക്കാതെയാണ് ക്ലാസ്സിലേക്ക് എൻ്റർ ആവുന്നത്. കാരണം 12:30 വരെ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെയാണ് എന്ത് ചെയ്യുന്നത് 11th ബാച്ചിന് കയറുന്നത്. അപ്പൊ എന്താണ് എനിക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ബ്രേക്ക് കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് എനിക്ക് എന്ത് പറ്റുന്നത്, ഒരു നല്ല ഹാപ്പി ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ആ ദിവസം ഞാൻ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുവരും, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവന്നിട്ട് അതായിരുന്നു ഞാൻ ആ ഒരു ടൈം ഗ്യാപ്പില് 12:30 ഒരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഒരു 1 month ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു ചെറിയ ബ്രേക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കയറും. അപ്പൊ നമുക്ക് ആ ഒരു ദേഷ്യം കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോ എനിക്ക് സംഭവിച്ച കാര്യം ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ച് വെൽ നോൺ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടും നമ്മൾ എന്തായിരിക്കണം, കോൺഷ്യസ് ആയിരിക്കണം. സപ്പോസ് നമ്മൾക്ക് ദേഷ്യം വന്നിട്ടൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല സങ്കടമുണ്ട്, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ആ ഡൗട്ടും അല്ലെങ്കിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും, നമ്മുടെ വിഷമം ആ മൈൻഡിലേക്ക് വരും. എന്ത് വന്നാലും നമ്മുടെ ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോകണ്ടേ. സോ നമുക്ക് എന്ത് ഇമോഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ക്ലാസ്സിൽ എൻ്റർ ആകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ എല്ലാ പേഴ്സണൽ ഇമോഷൻസും ആ ക്ലാസ്സിന്റെ പുറത്ത് വെച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് നല്ലൊരു ലേണിംഗ് സിറ്റുവേഷൻ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ പാരന്റ്സിന് നമ്മുടെ കുട്ടികളുടെ ഹെൽത്തി ഗ്രോത്തിന്, നമ്മുടെ കുട്ടികളുടെ നല്ല ഹെൽത്തി ഗ്രോത്തിന് ഈ പാരന്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടികള് അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് മേ ബി ഡയറക്റ്റ് ആയിട്ടില്ല. ചിലപ്പോൾ കുട്ടികൾ കരയുന്നത് ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും അല്ലെ. കുട്ടികളെ സംബന്ധിച്ച് അല്ലെ വിശക്കുമ്പോൾ അവർ കരയാറുണ്ട്. ചില കുട്ടികൾ വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാശി പിടിക്കും, ദേഷ്യം വരും, കുറുമ്പ് കാണിക്കും. അപ്പൊ ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും. സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ ദേഷ്യപ്പെടും. നമ്മളുടെ കുട്ടികളെ കുറിച്ച് നമുക്കറിയാലോ അല്ലെ, നമ്മുടെ കുട്ടി ദേഷ്യം വരുമ്പോ ഇങ്ങനെ ഏറ്റവും പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാലോ അല്ലെ. അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. Parents should also be aware of the fact in order to boost the healthy growth of their past. നമ്മുടെ കുട്ടികളുടെ ഹെൽത്തി ഗ്രോത്തിന് നമുക്ക് എന്താണ് കുട്ടികളില് ഇന്ന കാരണം കൊണ്ടാണ് അവർക്ക് ഒരു ഇമോഷൻ വരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. On the other hand, pupils have to be assisted to understand, develop their emotion to make them able to lead an adjustable life, to live smoothly with other people and others at home and outside. നമ്മൾ കുട്ടികളുടെ ഇമോഷൻസ് വരുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യല, അവരോട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഇപ്പൊ ദേഷ്യം വന്നിരിക്കുന്ന ഇമോഷൻ ഉണ്ടല്ലോ, ഇത് കുറച്ച് ഹാർംഫുൾ ആണ്. നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ മറ്റുള്ളവരോട് അതേ ദേഷ്യത്തിൽ അതേ രീതിയിൽ പെരുമാറാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ആ ദേഷ്യത്തെ നമ്മൾ കാമായിട്ട് അതെന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് individual's basic requirement, deserves and hope, his value of life and his life condition all generate emotion. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന്റെ ബേസിക് റിക്വയർമെന്റ്സ്, അവന്റെ ആഗ്രഹങ്ങള്, അവന്റെ പ്രതീക്ഷകള്, അവന്റെ ലൈഫിൽ കൊടുക്കുന്ന വാല്യൂ, അതേപോലെ തന്നെ ലിവിങ് കണ്ടീഷൻ, അവൻ ജീവിക്കുന്ന ആ ഒരു ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം അവന്റെ ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Children of different age group show the same emotion differently. Different age ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഡിഫറെന്റ് രീതിയിലായിരിക്കും ഇമോഷൻസ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. രണ്ട് സെയിം ഏജിലുള്ള രണ്ട് കുട്ടികൾ എടുത്താണ് എക്സാമ്പിൾ ആയിട്ട്. സോ ആ രണ്ട് കുട്ടികൾക്കും ദേഷ്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഭയങ്കര ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പെരുമാറി രണ്ട് കുട്ടികളുടെ അടുത്തും. ഒരു കുട്ടി കാണാൻ തിരിച്ച് അതേ രീതിയിൽ നമ്മളോട് തിരിച്ച് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കുട്ടി കാം ആൻഡ് സൈലന്റ് ആയിട്ട് അതെന്ത് ചെയ്യാണ്, ഹാൻഡിൽ ചെയ്യാണ്. ഏത് കുട്ടിയാണ് മെച്ചുവേർഡ്? ഏത് കുട്ടിയാണ് മെച്ചുവേർഡ്? ശരിയാണ്. കാരണം എന്താണ്, ആ കുട്ടിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയായിരുന്നു അല്ലേ. നമ്മളും അങ്ങനെയാണ് കുട്ടികളിൽ എങ്ങനെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ കറക്റ്റ് ആയിട്ട് അവരോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു കാം ആയിട്ട് ഇങ്ങനെ ഇമോഷൻസ് പ്രകടിപ്പിക്കാം. കാരണം സൈലൻസ് ആണ് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്ത് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് അല്ലെ. നമ്മുടെ ദേഷ്യം, ആങ്കറും വിഷമവും ഒക്കെ നമുക്ക് സൈലൻസ് കൊണ്ട് നമുക്ക് നേരിടാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് അതെ കുട്ടികളോട് ഫുൾ കാര്യം എന്നല്ല പറയുന്നത്. ഇനി ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ, നമുക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ അതൊക്കെ കാമായിട്ട് പേഷ്യൻസോട് കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. ചില സമയത്ത് മെനി ഇമോഷൻ റിയാക്ഷൻ ട്രെൻഡ് ടു ഹിഡൻ ആൻഡ് ബിക്കം സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ്പ്രഷൻ. ചില സിറ്റുവേഷനിൽ ഇമോഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും കുട്ടികൾ. മേ ബി ഇപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്ന സമയത്ത് ദേഷ്യം പ്രകടിപ്പിക്കും അല്ലെ. സെയിം ഇമോഷൻ ആയിരിക്കില്ല അവിടെ പ്രകടിപ്പിക്കുന്നത്. ഹങ്കർ എന്ന് പറയുന്ന ഒരു ഫീൽ വരുന്ന സമയത്ത് കുട്ടികൾ ദേഷ്യം പ്രകടിപ്പിക്കും. അത് ഫീൽ ചെയ്തിട്ടുണ്ടോ കുഞ്ഞുങ്ങള്? വിശന്ന് കഴിഞ്ഞാല് നമ്മളൊരു പരസ്യത്തിൽ കേൾക്കാറുണ്ടല്ലോ, വിശന്നാ നിങ്ങൾ നിങ്ങളല്ലാതെ ആവുന്ന. അതേപോലെ ഞാനും അങ്ങനെയുണ്ട്, വിശന്ന ഇങ്ങനെ പിടിച്ചാക്കിട്ടില്ല. അത് എന്റെ ഒരു ഇമോഷനാണ്. പെട്ടെന്ന് ദേഷ്യം വരും വിശന്നായിട്ടുണ്ടെങ്കിൽ. അപ്പൊ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെ. വിശന്നായിട്ടുണ്ടെങ്കിൽ അവർക്കും പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ കുട്ടികൾ ഹൈഡ് ചെയ്യും അല്ലെ, അവരുടെ ഇമോഷൻ ഹൈഡ് ചെയ്യും. മേ ബി ചില കാര്യങ്ങൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മാനറിസം ടു ഇറിറ്റേറ്റ്, ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കുട്ടികൾ കരയും ഭയങ്കരമായിട്ട്. ദേഷ്യം വന്നിരിക്കുകയാണെങ്കിൽ കുട്ടികൾ കരയുന്നത് കാണാൻ പറ്റും. Along with the physical and mental development, a process of socialization is also happen. നമ്മൾ കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ സോഷ്യലൈസേഷനും സംഭവിക്കുന്നുണ്ട്. സോഷ്യലൈസേഷൻ എന്താണ്? സോഷ്യൽ ഡെവലപ്മെന്റ്. നമ്മുടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സൊസൈറ്റിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുക. A positive influence of school education, games, lesson, teachers' personal impact, illumination of colleagues, constantly work on the child, socializing with emotional expression. കുട്ടികളില് എന്താണ് സോഷ്യലൈസേഷനിലൂടെ നല്ല രീതിയിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ കുട്ടികളില് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇപ്പൊ ഗെയിമുകളിലൂടെ നമുക്ക് ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നല്ല ഹീറോസിന്റെ സ്റ്റോറീസ് എന്ന് പറയാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, റിയൽ ലൈഫ് ഹീറോസിന്റെ സ്റ്റോറീസ് ഒക്കെ പറയുന്നതിലൂടെ കുട്ടികളിലെ ഇൻസ്പിറേഷനും മോട്ടിവേഷനും കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടീച്ചേഴ്സ് പേഴ്സണൽ ഇമ്പാക്ട്, ഓരോ കുട്ടിയോട് ടീച്ചേഴ്സിന്റെ പെരുമാറ്റം. ഇലൂമിനേഷൻ ഓഫ് കൊളീഗ്സ്, നമ്മൾ എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. കോൺസ്റ്റന്റ്ലി വർക്ക് ഓൺ ചൈൽഡ്, ഇതെല്ലാം കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Concealment of emotion in certain cases may prove more painful and harmful to child. നിങ്ങൾ പറയാറുണ്ടോ ഈ ഒരു ഡയലോഗ് ആൺകുട്ടികളോട്? നീ ആൺകുട്ടിയാണ്, നീ കരയാൻ പാടില്ല, അങ്ങനെ പറയാറുണ്ടോ? ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? എലൂമിനേഷൻ ആണോ അതോ എമ്യുലേഷൻ ആണല്ലോ മാം ഇത് എഴുതിയേക്കുന്നത്? എമ്യുലേഷൻ ഓഫ് കൊളീഗ്സ് എന്നാണോ? ഇൻഫർമേഷൻ വായിച്ചു പോയപ്പോ മാറിപ്പോയതാണോ? ആണോ എമ്യുലേഷൻ? ഞാൻ നോക്കട്ടെ, എന്റെ ടെസ്റ്റ് വന്ന് ചെക്ക് ചെയ്യട്ടെ. 1 minute. എമുലേഷൻ ആണ് അനുകരണം, അല്ലെങ്കിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തില്ലേ, ഇമിറ്റേഷൻ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. നമ്മള് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരാളെ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, ആ ഒരു മീനിങ് ആ വരുന്നത് കേട്ടോ. ഇതെല്ലാം കുട്ടികളിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ കൺസീൽമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമോഷൻസ് കൺസീൽ ചെയ്യൂലേ, എന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്യുന്നതിലൂടെ ആ ഒരു കുട്ടിക്ക് തന്നെ അതൊരു പെയിൻഫുൾ ആണ്. ഇപ്പൊ സപ്പോസ് നമുക്കൊരു ഇമോഷൻ വന്നു, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് കുറച്ചും കൂടി പെയിൻഫുൾ ആണ് അല്ലെ. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സാധാരണയായിട്ട് ഇമോഷൻസ്, നമ്മളൊക്കെ ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് എക്സ്പ്രസ് ചെയ്യും അല്ലെ. എക്സ്പ്രസ് ചെയ്യാറില്ലേ? ഞാൻ എക്സ്പ്രസ് ചെയ്യാറില്ല. എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് കരയാറുണ്ട്.
നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ സാധിക്കും, ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഹൈഡ് അല്ല, സോറി, കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് കൺസീൽമെന്റ് ഓഫ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ കുട്ടികള് അത് ഇമോഷൻസ് ഹൈഡ് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു ഇമോഷണൽ ബേർഡൻ ആണ്. ഇമോഷണൽ ബേർഡൻ ആണ്, അവർക്കൊരു ഭയങ്കരമായിട്ടൊരു മനപ്രയാസവും കാര്യങ്ങളൊക്കെ വരും. ഇതേപോലെ നമ്മൾ പറഞ്ഞു അല്ലേ, ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിലൂടെ എന്താണ് ആ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബേർഡൻ ആണ് അത്. കാരണം അവർ ചെറുപ്പത്തിൽ അവരുടെ മൈൻഡിൽ ആ ഒരു കാര്യം സ്റ്റോർ ചെയ്യും. കാരണം ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല, ആൺകുട്ടികൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് തന്നെ കുട്ടികളോട് പറയും, അയ്യേ ആൺകുട്ടിയാണോ, നീക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ. ഞാൻ എന്റെ കുട്ടിയോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആൺകുട്ടികളെ കരഞ്ഞോട്ടേ കരയുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിലാണ്. കാരണം അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ അറ്റ് എക്സ്ട്രീമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ഔട്ട് ബ്രേക്ക് ആവുന്നത്. സോ അതിനേക്കാൾ നല്ലതാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഹൈഡ് ചെയ്യുന്നതിലും നല്ലതാണ് എന്ത് ചെയ്യുന്നത്, അത് എക്സ്പ്രസ് ചെയ്യുന്നത്. A child when emotionally aroused adds to his burden to try to conceal it. നമ്മളത് മറച്ചു വെക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്കത് ഭയങ്കരമായിട്ട് ബേർഡൻ ആയിട്ട് മാറും. This action may become cruel, funny, inviting ridiculous from others. മറ്റുള്ളവരെ ചിലപ്പോ അങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ അവരുടെ ആക്ഷൻസ് നമുക്ക് തോന്നും ഫണ്ണി ആയിട്ട് തോന്നും, മറ്റുള്ളവർ ക്രൂവൽ ആയിട്ട് പെരുമാറുന്നതായിട്ട് തോന്നും. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അവരുടെ എന്താ അവനെങ്ങനെ അത് പെരുമാറും, ആ ഒരു ഇമോഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് എക്സ്ട്രീം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി എക്സ്ട്രീം കേസ്, കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അവരുടെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആൺകുട്ടികളോട് പറയാണ് ഇമോഷൻസ് ഹൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പം മുതൽ നമ്മൾ അവർ ട്രെയിൻ ചെയ്യിക്കുകയാണ്, വളർത്താണെങ്കിൽ മേ ബി ആ കുട്ടി മുതിർന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാന്ന് അറിയാവോ? ഇപ്പൊ ആൺകുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് റേറ്റ് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ, സ്ത്രീകളെ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാരിലാണ് ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുതൽ അല്ലെ? അതെന്തുകൊണ്ടാ? അവർക്ക് എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് അവരെ ഹൈഡ് ചെയ്യാണ് അല്ലെ? സങ്കടമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, അത് അവർ അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കുന്നു അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നതിലൂടെ അവരത് എന്ത് ചെയ്യുന്നു, ഡൗൺവേർഡ് അല്ലെങ്കിൽ അവരെ അത് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാണ്. ഇതാണ് റോൾ ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത്. ഒരു ഇമോഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡിന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എപ്പോഴാണ്? ഹോമിലും അതേപോലെ സ്കൂളിലും ആണ്. നോർമലി നമ്മൾ ടീച്ചേഴ്സ്, പാരന്റ്സ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇമോഷൻസ് നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണം. അതേപോലെ തന്നെ ഇമോഷൻസ് ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല, കൺസീൽ ചെയ്യേണ്ട കാര്യം എന്തില്ല, ഇമോഷൻസിനില്ല. ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് പ്രകടിപ്പിക്കുക. അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ നല്ല ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, റോൾ ഓഫ് ഇമോഷൻ ഒരാളൊന്ന് വായിക്കോ? ആരാ വായിക്കുന്നേ? Emotions constantly become functional in the child's relation to his fellow pupils, teachers, parents, siblings, and in school and home situations. A good teacher should be conscious of his pupils' emotions as well as his own, so that a smooth learning situation can be sustained in the class. Parents should also be aware of this effect in order to boost healthy growth of their wards. On the other hand, pupils have to be assisted to understand and develop their emotions to make them able to lead an adjusted life, to live smoothly with the other pupils and others at home and outside. An individual's basic requirements, desires and hopes, his values of life and his life conditions all generate his emotions. Children to different age group show the same emotions differently. With advancing age and acquisition of verbal skills, many emotional reactions tend to be hidden and become substitute expressions. For example, mannerism to irate. Along with the physical and mental development, a process of socialization happens. The positive influence of school situations such as game, lessons, teachers, personal impact, and emulation of colleagues constantly work on a child socializing his emotional expressions. Concealment of emotions in certain cases may prove more painful and harmful to a child
A child, when emotionally aroused, adds to his burden by trying to conceal it. His actions may become crude and funny, inviting ridicules from others. In extreme cases, it may affect his health. ഓക്കെ ടാ, എല്ലാവരും വായിച്ചു നോക്കിയോ ബാക്കിയുള്ളവര്? നമുക്ക് ആദ്യത്തെ ഇമോഷനിലേക്ക് പോവാം അല്ലെ, മൂവ് ആവാം. ആദ്യത്തെ ഇമോഷൻ എന്താണ്? അഫെക്ഷൻ ആണ് അല്ലെ. നമുക്ക് അഫെക്ഷൻ എന്ന് പറയുമ്പോ ആ ഒരു വേർഡ് വാത്സല്യം എന്ന് പറയുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരുടെ മുഖമാണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളത് ആർക്കാണ്? നമ്മുടെ കുട്ടികളുടെ മുഖം. അമ്മ. അമ്മ അല്ലെ. നമ്മൾക്ക് നമ്മളോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളത് ആർക്കാണ്? അമ്മമാർക്കാണ്. സോ നിങ്ങൾ എല്ലാവരും നാളെ ആരാവേണ്ടതാണ്? മോണ്ടിസോറി ലേറ്റേഴ്സ് ആവേണ്ടതാണ്. എന്ന് വെച്ചാല് നമ്മളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സെക്കൻഡ് മദറാണ്. ഓക്കെ, അവര് സ്വന്തം അമ്മ കഴിഞ്ഞാൽ പിന്നെ അവര് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? നമ്മളെയാണ് അല്ലെ. നമ്മള് അവർ സെക്കൻഡ് മദറാണ്. സോ നമ്മൾ കുട്ടികളോട് നല്ല അഫെക്ഷനോട് കൂടി നല്ല വാത്സല്യത്തോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പെരുമാറാനായിട്ട്. അഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രോങ് ഫോഴ്സ് ആണ് അല്ലെ. നമുക്ക് ഏറ്റവും സേഫ്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന ഒരു വ്യക്തിയല്ലേ, നമുക്ക് ഏറ്റവും എന്താ പറയാ അഫെക്ഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കും അല്ലെ. വാത്സല്യം നമ്മളോട് ഫീൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടികളും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് എന്ത്? അഫെക്ഷൻ എന്ന് പറയുന്നത്, വാത്സല്യം അല്ലെ. അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ് 0 to 7 years എന്ന് പറയുന്നത്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ലൈഫ് ആണ് ഏത്? 7 years, 0 to 7 years എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ നല്ല അഫെക്ഷനും നല്ല കെയറും നല്ല സ്നേഹവും കൊടുത്ത് നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അവരുടെ ലൈഫിന് അല്ലെങ്കിൽ അവരുടെ ലൈഫിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഫെക്ഷൻ എന്ന് പറയുമ്പോ നമുക്ക് വാത്സല്യം അല്ലെ. നമുക്ക് ആദ്യം തന്നെ അഫെക്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ അമ്മയുടെ മുഖമാണ് അല്ലെ. നമ്മളോട് ഏറ്റവും വാത്സല്യത്തോടു കൂടി നമ്മൾ കെയർ ചെയ്യുന്നത് ആരാണ്? അമ്മമാരാണ്. അതേപോലെ നല്ല അമ്മമാരാവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അമ്മമാരെന്ന് പറയുമ്പോൾ നമ്മളുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയുടെയും സെക്കൻഡ് മദർ ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് എന്ത്? അഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മള് നല്ലൊരു ഫീലിംഗ് കുട്ടികൾക്ക് ചിലപ്പോ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അവര് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിൽ നിന്നൊരു കെയർ, ഒരു പരിഗണന, അതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 minute കേട്ടോ, എനിക്ക് ഈ സ്ക്രീന് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി. അപ്പോ 1 minute. എല്ലാവർക്കും കാണാലോ? It is possibly the most important human emotion. നമ്മുടെ ഇമോഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ ആണ് ഏത്? അഫെക്ഷൻ. It has a great influence on child total development. കുട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെന്റിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമോഷൻ ആണ് ഏത്? അഫെക്ഷൻ എന്ന് പറയുന്നത്. The growth and uncivilized helpless baby to civilized. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കുട്ടി സിവിലൈസ്ഡ് ആവാനായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അഫെക്ഷൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എഫക്റ്റീവ് ഹ്യൂമൻ ബീങ്, നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആയി മാറാനായിട്ട് അഫെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The rearing and education of the child depends largely upon the affection he has from others, including his parents. കുട്ടികളെ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഫെക്ഷൻ, ഒരു വാത്സല്യം അല്ലെ. നമ്മള് അവരോട് നല്ല വാത്സല്യത്തോടു കൂടി നല്ല കെയറോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെരുമാറണം. അഫെക്ഷൻ ഡെവലപ്പ് ഇൻ എ ചൈൽഡ് എ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്. നല്ലൊരു അഫെക്ഷനിലൂടെ നമുക്ക് കുട്ടികളിൽ ആ ഒരു ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ് അവരും നമുക്ക് വേണ്ടതാണ്. നമുക്ക് ആ ഒരു നല്ലൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും സേഫ് ആണെന്ന് ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ വീട്ടിലായിരിക്കും അല്ലെ. കുട്ടികൾ അതേപോലെയാണ്, അവരെ ഏറ്റവും സേഫ് ആവുന്ന അവരുടെ പാരന്റ്സിന്റെ അടുത്താണ്. കാരണം എന്താണ്? അവിടെയാണ് കുട്ടികളോട് ഏറ്റവും കൂടുതൽ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളുള്ളത് അല്ലെ. അച്ഛനും അമ്മ എന്ന് പറയുന്നത് ആ കുട്ടീനോട് ഏറ്റവും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വാത്സല്യമുള്ള വ്യക്തികളാണ് ആര്? പാരന്റ്സ് അല്ലെ. He feels secure, his esteem grow, and with it grow the need to try out
to be adventurous, to take risk, to make mistake and learn through the experience. കുട്ടികള് ഏറ്റവും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന എവിടെയാണ് പാരന്റ്സിന്റെ അടുത്താണ് അല്ലെ. അപ്പൊ അവര് നല്ല രീതിയിലുള്ള അവരുടെ ഗ്രോത്തിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, അഫെക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുട്ടികള് റിസ്ക് എടുക്കാനും ഒരു കാര്യങ്ങൾ അഡ്വെഞ്ചറസ് ആയിട്ട് ചെയ്യാനും മിസ്റ്റേക്കുകളിലൂടെ ചെയ്ത് അത് ലേൺ ചെയ്ത് മനസ്സിലാക്കാനൊക്കെ അഫെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള അഫെക്ഷൻ ആരോടായിരിക്കും, അല്ല ആർക്കായിരിക്കും, അവര് ശരിക്കും പറഞ്ഞാൽ അച്ഛനും മകളും തമ്മിലുള്ള ബോണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പെൺകുട്ടികളാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷനും അഫെക്ഷനും ആണ് അല്ലെ. എനിക്കും അതെ, എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്നുവെച്ചാൽ എന്റെ പുറകെ വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉറപ്പുണ്ട്. എന്നുവെച്ചാൽ അത്രയും നമ്മള് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് എല്ലാവരും പെർമിഷൻ ഒക്കെ വാങ്ങിക്കും. പക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ പെർമിഷൻ അങ്ങനെ വാങ്ങിക്കണം, അങ്ങനെ നിർബന്ധമൊന്നും പറയില്ല. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം, എവിടെ പോവാന്ന് ജസ്റ്റ് പറയണം. അല്ലെങ്കിൽ പോയി വന്നതിന് ശേഷം അച്ഛനോടൊന്ന് പറഞ്ഞാൽ മതി, ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. അപ്പൊ അച്ഛൻ നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് ആ ഒരു മൈൻഡ് അല്ല, അച്ഛൻ സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. ഏതൊരു കോഴ്സ് ഇപ്പം ഞാൻ എംകോം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ CMA എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്കാണ് ആദ്യം പോയത്. അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് എന്നൊക്കെ പറയും. ആ ഒരു കോഴ്സിലേക്ക് പോയപ്പോ അച്ഛനെ നല്ല സപ്പോർട്ട് ചെയ്തു. അച്ഛനച്ഛൻ്റെതായ രീതിയിൽ നല്ല സപ്പോർട്ട് കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പൊ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടതാണെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ അത്യാവശ്യം നല്ല ടാസ്ക് ആണ്. CMA എന്നൊക്കെ പറയുമ്പോൾ നല്ല ബർഡൻ ആണ്. അപ്പൊ ഞാൻ ഒരു ടൈം കഴിഞ്ഞപ്പോ അത് ഡ്രോപ്പ് ചെയ്തു. ആ സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ ഡ്രോപ്പ് ചെയ്തോട്ടെ, കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം, നിനക്കത് ഓക്കെ അല്ലെങ്കിൽ നീ അത് ചെയ്യണ്ട, നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി. ഇപ്പൊ എന്നോട് അച്ഛൻ ചോദിച്ചു, കഴിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നു ചോദിച്ചത്. ഞാൻ പറഞ്ഞു ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ആ ഫീൽഡ് നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു നിനക്കത് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തോ. അച്ഛന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. ചില വേറെ ആരും, ഇപ്പൊ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയുമായിരുന്നു. കാരണം അത്രയും സ്റ്റേജിലേക്ക് നമ്മൾ വന്നു. ഞാൻ ഇന്റർ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഫൈനലിലേക്ക് വരുമ്പോഴാണ് ഇനി പറ്റാണ്ടായത്, അപ്പോഴാണ് ഇത് നിർത്തുന്നത്. അപ്പം ആ ഒരു ഫൈനലിൽ കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഓഫ് സാലറി അല്ലെങ്കിൽ നല്ല പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ടൈപ്പ് ജോബാണ്. പക്ഷെ ഞാനത് വേണ്ടെന്ന് ആ സമയത്ത് സിറ്റുവേഷനിൽ പറഞ്ഞപ്പോ അച്ഛൻ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. അതെനിക്ക് ഉറപ്പായിരുന്നു. കാരണം വേറെ ആരും എന്റെ ഒരു ഫീലിംഗ് മനസ്സിലാക്കിയില്ലെങ്കിലും അച്ഛൻ അത് മനസ്സിലാക്കും എന്നുള്ളത് എന്റെ ഒരു കോൺഫിഡന്റ് ആയിരുന്നു. അത് മനസ്സിലാക്കി അച്ഛൻ എന്റെ ഒപ്പം നിന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ ഇങ്ങനെ വന്നത്. An atmosphere of actual love helps the child also to develop love and concern for others. അപ്പോ നമ്മള് പാരന്റ്സ് കുട്ടികളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ആയിരിക്കും ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത് അവരുടെ സിബ്ലിങ്സിനോടായാലും അല്ലെങ്കിൽ മറ്റു കുട്ടികളോടായാലും പെരുമാറുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയട്ടെ, നമ്മൾ മൂത്ത ആളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ അല്ലേ മൂത്ത കുട്ടി ഇളയ കുട്ടിനോട് പെരുമാറുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞാൻ ഇപ്പൊ ചൂടുള്ള ചായ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഇങ്ങനെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ മോളോട് പറയും, മോളെ ഇത് തൊടലേട്ട ചൂടുണ്ട് കേട്ടാ എന്ന് പറയും. അപ്പൊ മൂത്ത ആളെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോ പറയും ചെറുതിനോട് രണ്ടാമത്തെ ആളോട് പറയും നോക്കി തൊടരുത് ചൂടുണ്ട്. ഞാൻ എന്താണോ അവളിലേക്ക് പാസ് ചെയ്യുന്നത് അതാണ് അവൾ എന്നോട് ഇളയാളോട് പെരുമാറുന്ന രീതി. ഞാൻ നല്ല കെയറോട് കൂടി സ്നേഹത്തോടു കൂടി അവളെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവൾ അതേപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അനിയനെയും നോക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു atmosphere of actual love love helps the child to also develop love and concern for others. നമ്മൾ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നോ അതനുസരിച്ചിരിക്കും കുട്ടികൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. സോ നമ്മൾ മാക്സിമം കുട്ടികളോട് നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് ലവ്ലി ആയിട്ട് സ്നേഹത്തോടു കൂടി കെയറോട് കൂടി നമ്മൾ എന്ത് ചെയ്യാം പെരുമാറുന്നതാണ് നല്ലത്. ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സ്കൂളിനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ലേൺ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ ടീച്ചർ നമ്മൾ ചില സമയത്ത് ദേഷ്യം വന്നിട്ടുണ്ട്, നമുക്ക് ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് നമ്മളൊരു സബ്ജക്ട് തന്നെ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടാവും ഇല്ലേ. ചെറുപ്പത്തില് നമുക്കൊരു ടീച്ചറിനോട് ഭയങ്കര ദേഷ്യം, ടീച്ചർ നമ്മളോട് എന്താണ് ഈ പാർഷ്വാലിറ്റി കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് തന്നെ ഇഷ്ടം പോകൂലേ, ഉണ്ടാവും. അപ്പൊ നമ്മള് കുട്ടികളോട് നിങ്ങളും ടീച്ചേഴ്സ് ആവേണ്ടതാണ്, നമ്മൾ ഒരിക്കലും പാർഷ്വാലിറ്റിയോടും പെരുമാറാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. നമ്മള് നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് നമ്മൾ കുട്ടികളോട് ട്രീറ്റ് ചെയ്യുക. അവരൊന്ന് തലോടുന്നതിലൂടെയും നമ്മൾ കുഞ്ഞു കുട്ടികൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കും ഗുഡ് ബോയ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തലോടുന്നൊക്കെ അവർ ഭയങ്കര ഇഷ്ടമായിരിക്കും.
Pupils seek sympathy and warm treatment from their teacher. എല്ലാ കുട്ടികൾക്കും ടീച്ചറിൽ നിന്നൊരു sympathy, warm treatment ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. One of the character of the good teacher, therefore, is human quality that he feel activity concerned about the people under his charge. നമ്മുടെ കീഴിലുള്ള കുട്ടികൾ, നമ്മളുടെ കൺട്രോളിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ നല്ല കെയറോട് കൂടി നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് പെരുമാറുക ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. കുട്ടികളിൽ നല്ല രീതിയിൽ development of love in children is very important for the development of new society on cooperation and mutual love. പരസ്പരം ഉള്ള നല്ല ഐക്യത്തോടു കൂടി, നല്ല കോപ്പറേഷനോട് കൂടി, നല്ല പരസ്പര സ്നേഹത്തോടു കൂടിയുള്ള നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് തുടങ്ങണം. നല്ല ട്രീറ്റ്മെന്റ് ആവണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാ. നമ്മള് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു റീല് കണ്ടത്. ഒരു pre-KG നടക്കുന്ന സംഭവമാണ്. അവിടെ ഒരു ആൺകുട്ടി മറ്റൊരു ആൺകുട്ടിനെ വളരെയധികം എന്താ പറയാ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. അവിടെ കെയർ ടേക്കർ ഉണ്ടായിരുന്നു. ആ കെയർ ടേക്കർ മാറിയതിനു ശേഷമാണ് ഈ കുട്ടി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് തന്നെ വിഷമം തോന്നി. ഞാൻ ആലോചിക്കുകയായിരുന്നു, 3 വയസ്സേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. 2 പേർക്കും. രണ്ടാമത്തെ കുട്ടീനെ അടികൊള്ളുന്ന കുട്ടി ഒന്നും ചെയ്യുന്നില്ല. അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് മാത്രമേ ചെയ്തത്. പക്ഷെ മൂത്താള് ആദ്യത്തെ കുട്ടി ഉപദ്രവിക്കുന്ന കുട്ടി ഭയങ്കരമായിട്ട് ഇവനെ ഹാർഷായിട്ട് ഉപദ്രവിക്കാണ്. അടിക്കുന്നു, ഇടിക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, ഈ കുട്ടിക്ക് എവിടെന്നാ ഇത്രയും ഒരു എന്താ പറയാ ഇത്രയും ഹൈപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷൻ വരുന്നത്? അത് എവിടെന്നായിരിക്കും? അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ അത്? അല്ലാതെ അങ്ങനെ പെരുമാറും? ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാനും കണ്ടായിരുന്നു മാം. ഓക്കെ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ കുട്ടിക്ക് എവിടെന്നായിരിക്കും ഈ ഒരു ഇമോഷൻ വരുന്നത്? സാധാരണ അവന്റെ ഫാമിലിയിൽ എങ്ങാനും അതേപോലെ ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ? മേ ബി ഹസ്ബൻഡ് അമ്മേനെ അല്ലെങ്കിൽ അച്ഛൻ അമ്മേനെ ഉപദ്രവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം അത്രയും നമുക്ക് വിഷമം തോന്നി. ഒരു 3 വയസ്സുള്ള കുട്ടി ഒരിക്കലും ചെയ്യുന്ന രീതിയിലല്ല അവൻ പെരുമാറുന്നേ. അത് ഭയങ്കര നമ്മൾ കുഞ്ഞു കുട്ടികൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇവിടെ ഒന്ന് തൊട്ട് വീഴും, അതൊക്കെ നോർമലാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. കണ്ടവർക്ക് അറിയാലോ വീഡിയോ. അത് മനഃപൂർവ്വം ഇങ്ങനെ വേദനിപ്പിക്കാൻ തന്നെ തല്ലുകൊടുക്കുന്നേ. വലിയവര് ചെയ്യുന്ന പോലെ കുഞ്ഞു ചെയ്യുന്ന പോലെയല്ല. വലിയ ആളെന്തോ ചെയ്യുന്ന പോലെ ഉപദ്രവിക്കും. 3 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് അവന്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവന്റെ സിബ്ലിങ്സോ ആരെങ്കിലും അവനോട് അങ്ങനെ പെരുമാറുന്നുണ്ടാവും. അത് കണ്ട് അവനത് ശീലിക്കുന്നത്. കാരണം നമ്മൾ കുട്ടികളോട് എന്താണോ നമ്മൾ കുട്ടികളോട് പെരുമാറുന്നത് അതേ രീതിയായിരിക്കും ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത് പുറത്തും പെരുമാറുന്നത്. അപ്പോ നമ്മള് കുട്ടികളെ നല്ല കെയറോട് കൂടി, ലവോട് കൂടി, അഫെക്ഷനോട് കൂടിയാണ് പെരുമാറുന്നത് കുട്ടികളോട് ട്ടോ. Sympathy is another emotion which is right now much for emotion development of child as well as society. മറ്റൊരു ഇമോഷൻ ആണ് സിമ്പതി. നമ്മളെപ്പോഴും സിമ്പതി or എംപതി രണ്ടും കോമൺലി യൂസ് ചെയ്യാതെ നല്ലൊരു എംപത്തറ്റിക് മൈൻഡോട് കൂടി വേണം നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് അത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും കുട്ടികളോട് നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് പെരുമാറണം. പാരന്റ്സ് എന്ന നിലയിലും ടീച്ചേഴ്സ് എന്ന നിലയിലും നമ്മുടെ കുട്ടികളോട് നല്ലൊരു പോസിറ്റീവ് ആയിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട്. ഓക്കെ ആണോ? കാരണം നമ്മുടെ കുട്ടികളോട് അഫെക്ഷനേറ്റ് ആയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവര് അവരുടെ സിബ്ലിങ്സിനോടും അവരുടെ ഫ്രണ്ട്സിനോടും ഇതേ അഫെക്ഷൻ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. നമ്മളെ ദേഷ്യത്തോടു കൂടി ബൈറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെന്തായിരിക്കും എന്ത് ചെയ്യുന്നത്? സൊസൈറ്റിയിൽ പോയിട്ട് പ്രകടിപ്പിക്കുന്നത്. അത് റീഡ് ചെയ്യോ ആരെങ്കിലും ഒരാൾ അഫെക്ഷൻ? വായിക്കാം. Affection is possibly the most important human emotion. It has a great influence on the child's total development, the growth and uncivilized helpless baby to a civilized, effective human being. The rearing and education of a child depends largely upon the amount of affection he has from others, including his parents. Affection develops in a child a feeling of being bonded. He feels secure and his self-esteem grows, and with it grows the need to try out, to be adventurous, to take risks, to make mistakes and learn through such experience. An atmosphere of actual love helps the child also to develop love and concern for others. Learning in school also
relies to a great extent on affection. Pupils seek sympathy and warm treatment from their teachers. One of the characteristics of a good teacher, therefore, in his human quality, that he feels activity concerned about the pupils under his charge. The development of love in children is important for the development of a new society centered on cooperation and mutual love. Sympathy is another emotion which is broken much for the emotional development of a child as well as society. എല്ലാവരും വായിച്ചോ? ഇത് വായിച്ചിട്ടപ്പം ഓക്കെ. നെക്സ്റ്റ് ഒരു ഇമോഷൻ ആണ് ഹ്യൂമർ ആൻഡ് ഹവർ. ഓക്കെ, ഹ്യൂമർ തമാശകൾ അല്ലെ. തമാശകൾ വളരെ എന്താ പറയാ, നമ്മൾക്ക് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ് കൂടും എന്ന് പറയില്ലേ? കേട്ടിട്ടുണ്ടോ? എനിക്കിഷ്ടമുണ്ട് ഹ്യൂമർ ഒക്കെ, പഴയ തമാശകളൊക്കെ കേട്ടത് ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഫിലിംസിലൊക്കെ ഉള്ള ഹ്യൂമർ ഒന്നും എനിക്ക് അത്ര ഡൈജസ്റ്റ് ആവാറില്ല. ഇപ്പോഴത്തെ ഇമോഷൻ വൺ ടൈം എന്താ പറയാ, ഒറ്റ പ്രാവശ്യം കണ്ടാൽ ആ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ പണ്ടത്തെ തമാശകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? അങ്ങനെ ഉണ്ടാരെങ്കിലും ഇപ്പോഴത്തെ ഇമോഷൻ ഇപ്പോഴത്തെ കോമഡീസ് ഒന്നും ഇഷ്ടമല്ലാത്ത പണ്ടത്തെ തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതല്ലേ? നമ്മൾ പണ്ടത്തെ സിനിമകൾ കണ്ടിട്ട് ഇപ്പോഴും ഇരുന്ന് ചിരിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ഇമോഷൻ എന്താണ്? ഹ്യൂമർ ആണ്. ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആണ് ഹ്യൂമർ എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ ഹ്യൂമർ ചെയ്യുന്നത് വളരെ കുറവാണ് അല്ലെ? ഓക്കെ, ഹ്യൂമറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും ഈ ഒരു പോർഷൻ എടുക്കുമ്പോ എന്താ പറയാ, സലീം കുമാറിനെ കുറിച്ച് പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനാ, എന്റെയൊക്കെ വീടിന്റെ അടുത്താണ് വീട്. നല്ല കലാകാരനായിരുന്നു അല്ലെ? നല്ല രീതിയിൽ തമാശ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരും പറഞ്ഞു, എന്റെ അടുത്തും പറഞ്ഞു പോയി കാണണ്ടേ ആളെ, പോയി കാണാനില്ലേ എന്ന് ചോദിച്ചെടുത്ത്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പോണില്ല. കാരണം എന്താണ്, നമ്മളുടെ ആ ഒരു മൈൻഡില് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുണ്ട് അല്ലെ? അദ്ദേഹം ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് യൂസ് ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അല്ലെ? ആ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കും. അങ്ങനെയാണ് തമാശകള്. ഇപ്പോ ഏതൊരു തമാശയായാലും അല്ലെ, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. തമാശ എന്ന് പറയുമ്പോ നമുക്കൊരു പരിധി വരെ നമ്മുടെ ടെൻഷനും കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ? നമ്മൾ കുറച്ചു നേരം റിലാക്സ് ചെയ്യാനും ഹാപ്പി ആക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തമാശകള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മള് കണ്ട് ചാക്യാർകൂത്താണ്, ഓട്ടത്തുള്ളലല്ലേ? ഓട്ടത്തുള്ളലല്ലേ തമാശ രീതിയില് ഓരോ കാര്യങ്ങള്, ഓട്ടത്തുള്ളല് അല്ലേ? ഓട്ടത്തുള്ളൽ തന്നെയല്ലേ? അതെ, തമാശ രീതിയിൽ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് അത് നല്ല രസമാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്നത് കേൾക്കാനും. അതേപോലെ ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മളുടെ ടോപ്പിൽ നിന്നുള്ള ഒരു മാനേജർ അല്ലെങ്കിൽ നമ്മളുടെ HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, നമ്മളോട് കാര്യം പറയണം, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് പറയേണ്ട കാര്യമാണ്, നമ്മളോട് നമ്മുടെ പോരായ്മകൾ പറഞ്ഞുതരാണ്. ആ സമയത്ത് നമ്മൾ തമാശ രീതിയിൽ ഒരു നോർമലി ആ ഒരു തമാശ രീതിയിലാണ് ആ കാര്യം നമ്മളോട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി വിഷമം വരില്ല അല്ലെ? പക്ഷെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഒരു ഹ്യൂമർ ടച്ചോട് കൂടി അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഹ്യൂമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ്. കുട്ടികളെ സംബന്ധിച്ചായാലും നമ്മളെ മുതിർന്നവരെ സംബന്ധിച്ചാലും ഒരു സോഷ്യൽ ഇമോഷൻ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമോഷൻ ആണ്. നമ്മളെ ചിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കോൺഫ്ലിക്റ്റുകളും ടെൻഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ തമാശ രീതിയിൽ പറയാനായിട്ട് സാധിക്കും. ഇംപ്രൂവ് വൺസ് ബിഹേവിയർ, നമ്മുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് തമാശ രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. തമാശ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്ലി ഒരു നല്ലൊരു ഇമോഷൻ ആണ്. തമാശ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള പരിപാടി അല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെ? അല്ലെ? കുറച്ച് ടാസ്ക് ആണ്. നമുക്ക് ഒരു ക്ലാസ് എടുക്കാനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നൊന്ന് ഈ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ചിരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ? ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ശരിയാണോ തോന്നാറ്? അല്ലല്ലോ, ചിരിപ്പിക്കാൻ പറ്റണമെന്നില്ല.
കാരണം എന്താണ്, അതിനൊരു കഴിവ് വേണം, ഉള്ളിലൊരു കഴിവ് വേണം. നമ്മൾ പറയുന്നത് കേട്ട് മറ്റുള്ളവർ ചിരിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു കഴിവ് വേണം, പ്രത്യേക കഴിവാണ്. എനിക്കത് എന്തായാലും ഇല്ല. അതെങ്കിലും ഉണ്ടോ തമാശ പറഞ്ഞ് മറ്റുള്ളവർ ചിരിപ്പിക്കാന്നുള്ളൊരു കഴിവ്? ഇല്ല, ആർക്കുമില്ല. ഓക്കെ, അതൊരു പ്രത്യേക കഴിവാണ്. അത് എല്ലാവർക്കും ഇല്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ തമാശ പറഞ്ഞാലും അത്ര അങ്ങോട്ട് എഫക്റ്റ് ആവാറില്ല. ഇവിടെ പണ്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ഷെറീന എന്നാ പേര്. ആ ടീച്ചർക്ക് എന്ത് പറഞ്ഞാലും തമാശ രീതിയിൽ നല്ല തമാശയോട് കൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുമായിരുന്നു. നല്ല രസമായിരുന്നു ആ ടീച്ചറോട് സംസാരിക്കാനൊക്കെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ടീച്ചർ നല്ല എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതൊരു സ്മൈലോട് കൂടിയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. നല്ല രസമാണ്. ഹ്യൂമർ ആൻഡ് അത് ആരും ഒരാൾ വായിക്കോ? ഹ്യൂമർ ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. വായിക്കില്ല. Humor and laughter. This separates human beings from animals. There are social emotions which greatly influence our routine daily work. Humor and laughter help in controlling conflicts and tensions. They lead to tolerance, relaxation, and joy. They give chances for self-criticism and improvement in one's behavior. ഓക്കെ, നെക്സ്റ്റ് വരുന്നൊരു ഇമോഷൻ ആണ് ഫിയർ. ഫിയർ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് ഫോബിയ ആവുമ്പോൾ അത് കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മളോട് അതിനോട് ഭയം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറാണ് ചെയ്യുന്നത്, പിന്തിരിയാണ് ചെയ്യുന്നത്. ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഹൈറ്റ്. ഹൈറ്റ് എന്ന് വെച്ചാൽ അത്രയും പേടിയാണ്, ഭയങ്കര പേടി ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ നമുക്ക് ഈ ഹൈറ്റ് പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയാ, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് എനിക്ക് വന്നൊരു എന്താ പറയാ, ഹൈറ്റ് പേടിയായതുകൊണ്ട് മാത്രം ഞാൻ ഫേസ് ചെയ്തൊരു ഡിഫിക്കൽറ്റി ഞാൻ പറയാം. ഒരു 6 മാസം മുമ്പ് അച്ഛന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അഡ്മിറ്റ് ആയിട്ടില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നിട്ടാണ്. അച്ഛനെ കൊണ്ട് പോയി. അച്ഛനെ കൊണ്ട് അവര് വേഗം ലിഫ്റ്റിലാണ് മുകളിലേക്ക് പോയത്. എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തണം. പക്ഷെ ഈ സ്റ്റെപ്പ് കയറാനുള്ള ഭയം കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. സാധാരണ അത്രയും ആ സ്റ്റെപ്പുകളിൽ ഞാൻ കയറാറുണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആ സമയത്ത് അച്ഛന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭയം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. സോ ഹൈറ്റിനോടുള്ള ഒരു പേടി എന്റെ ഉള്ളിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. അത് ഞാൻ വിചാരിച്ചത് അത് ഓവർകം ചെയ്തു, എനിക്ക് ഹൈറ്റിനോടുള്ള പേടിയൊക്കെ മാറി എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആ ഒരു ഹൈറ്റിനോടുള്ള ഭയം ഉള്ളിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഭയമാണ് ഹൈറ്റിനോട് നോക്കുമ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ ഹൈറ്റ് ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണമല്ലോ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നു, ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവർ പോയി ലിഫ്റ്റ് നോക്കി ആ ലിഫ്റ്റിൽ കയറിയാണ് മുകളിലോട്ട് പോയത്. കുറെ ടൈം എടുത്തു, കുറച്ച് കറങ്ങിയിട്ടൊക്കെ വേണമായിരുന്നു ആ ലിഫ്റ്റ് കണ്ടെത്തി മുകളിലോട്ട് പോകാനായിട്ട്. കാരണം നമ്മൾ വിചാരിക്കും ഹൈറ്റ് നിസ്സാരമല്ലേ, ഹൈറ്റിനോടൊക്കെ പേടി ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ അന്ന് ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് മുകളിലേക്ക് എത്തുകയും വേണം, പക്ഷെ സ്റ്റെപ്പ് കയറാനും പറ്റുന്നില്ല. പക്ഷെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഹാൻഡിൽ ഇല്ല, നമ്മള് പിടിച്ചു കയറൂലേ, ഹാൻഡിൽ ഇല്ലാത്ത ചെറിയ സ്റ്റെപ്പുകളായിരുന്നു അവിടെ. ഞാൻ നിൽക്കുന്ന ആ ഒരു സ്റ്റെയറിന്റെ അവിടെ ഹാൻഡിൽ ഇല്ലാത്ത സ്റ്റെപ്പുകളായിരുന്നു. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് മുകളിൽ കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. കാലൊക്കെ വിറച്ച് കൈ ഫുള്ളും എന്ത് ചെയ്യാണ്, വിറയ്ക്കാണ്. അത്രയും ഞാൻ പേടിച്ചു അന്ന്. നിങ്ങൾ വിചാരിക്കും ഹൈറ്റിനോട് ഇത്രയും ഭയമോ എന്ന്. ഈ ഒരു ഭയം എനിക്ക് എപ്പോഴാ വന്നതെന്ന് അറിയാവോ? ഈ ഒരു ഹൈറ്റിനോടുള്ള ഭയം എനിക്ക് എപ്പോഴാ വന്നതെന്ന് അറിയാവോ? 2.5 വയസ്സിൽ ഞാൻ ഇതേപോലെ അന്ന് കുറച്ച് കുരുത്തക്കേട് കൂടുതലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ വീട്ടിലെ ജനലിന്റെ മുകളിൽ നിന്ന് ജസ്റ്റ് പറക്കാൻ നോക്കിയതാ. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് പറക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ? ആ സമയത്ത് ജനലിന്റെ മുകളിൽ എടുത്ത് ചാടിയതാ, പറന്നതാ. ചെന്ന് താഴത്ത് വീണു. ഇവിടെ സ്റ്റിച്ച് ഉണ്ട്, ഇങ്ങനെ 2 സ്റ്റിച്ച് ഇങ്ങനെ വീണിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റിച്ച്, 2 അല്ല ഇടണ്ട വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുരിശ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോ അന്ന് മുതല് അമ്മ ഉയരങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ എന്നോട് പറയും, എടി നീ അത് കയറി കഴിഞ്ഞാൽ നീ അത് മൊത്തമായിട്ട് ഇടിഞ്ഞൊളിഞ്ഞ് വീടും. അമ്മ ജസ്റ്റ് ഒരു നാച്ചുറൽ പ്രിപ്പറേഷന്റെ ഇതായിട്ട് പറയുന്നതാണ്. നോർമലി ഇങ്ങനെ പറയും, മുകളിലോട്ടൊന്നും പോവല്ലേ, വീഴും എന്ന് പറയും. അത് ചെറുപ്പം മുതലേ മനസ്സിലിങ്ങനെ കടന്ന് അത് എനിക്കൊരു ഫോബിയ ആയിട്ട് മാറി. ആ ഒരു ഫിയർ ഫോബിയ ആയിട്ട് മാറി.
നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റിനോട് പേടി ഉണ്ടാവില്ല അല്ലെ? ഹൈറ്റിന് പേടിയൊന്നും ഇല്ലാത്തവരില്ലേ? അല്ല ഹൈറ്റിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ? ഈ ആരില്ല. സെയിം സിറ്റുവേഷൻ എന്റെ മോനിക്കുണ്ട് ഇപ്പം. എന്റെ കുഞ്ഞു മോനിക്ക് 3.5 വയസ്സേ ഉള്ളൂ. അവന് ഹൈറ്റ് കേറൂല. നമ്മളെ മേലെ 2ാം നിലയിൽ കയറണമെങ്കിൽ അവൻ ഒരാളെ സപ്പോർട്ടില്ലാണ്ട് മേലെ കയറൂല. എവിടെയെങ്കിലും റൈഡ് പോയാൽ സ്ലൈഡ് കയറില്ല, ഒന്നിലും കയറൂല. ഞാൻ പിടിച്ച് കയറ്റിയിട്ട് സ്ലൈഡിലോട്ട് ഇതാക്കാൻ അവൻ കയറൂല. ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ മേലെ കയറുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറയുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ അത് കേൾക്കുന്നുണ്ട്. അവന് കയറൂല എവിടെ ഹൈറ്റിൽ. എന്നിട്ട് എനിക്ക് അത് ശീലായി പോവോന്ന് പേടിയായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല. മുറ്റത്തോട്ട് ഒറ്റക്ക് റോഡ് ഓടും, അല്ലെങ്കിൽ ഒറ്റക്ക് ഓടൂല. ആരെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വീഴുവോ എനിക്ക് ഒന്നും പറ്റുമോ, ഓന്റെ സേഫ്റ്റി നോക്കാണ്ട് ഓനൊന്നും ചെയ്യൂല. അത് കുട്ടികൾ ചിലപ്പോൾ മാറി മാറി വരും. പക്ഷെ എന്റെ എന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ ആ ഒരു ഫിയർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും എനിക്ക് ആ ഫിയർ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് നടന്ന അധികം നാളായിട്ടില്ല, ഒരു 6 മാസമായിട്ടുള്ളൂ. അപ്പൊ എനിക്കെന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചെന്നാൽ പൂർണ്ണമായിട്ടും എന്റെ ഫിയർ പോയി എന്ന് വിചാരിച്ചു. കാരണം ഒരു 10th +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോ അവിടെ 4th ഫ്ലോറിലാണ് എന്റെ ക്ലാസ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ആദ്യമൊക്കെ കയറുമ്പോൾ ഈ ഹൈറ്റ് കയറുമ്പോൾ കുറച്ച് ഭയം ഉണ്ടെങ്കിലും ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ നോർമലി ആ ഒരു ഹൈറ്റ് കയറി എപ്പോഴും സ്റ്റെപ്പ് കയറി ആ ഒരു ഭയവും ഫീലിംഗ് ഒക്കെ മാറി, പേടി മാറി. പക്ഷെ ഞാൻ വിചാരിച്ചെന്താണ് എന്റെ ഭയം ഫുള്ളായിട്ട് പോയി മാറി എന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല, എന്റെ ഭയം എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഹൈറ്റിനെ പേടിയാണ്. മറ്റേ ഗ്ലാസ് ഉള്ള ലിഫ്റ്റുകൾ ഉണ്ടാവില്ലേ, ഓപ്പൺ ലിഫ്റ്റുകൾ, ക്ലോസ്ഡ് അല്ലാത്ത ലിഫ്റ്റുകൾ ഉണ്ടാവില്ലേ, ഇപ്പൊ ലുലു മാളൊക്കെ പോലുള്ള സ്ഥലങ്ങളിലുള്ള ലിഫ്റ്റുകൾ, അതിൽ കയറാൻ എനിക്ക് പേടിയാണ്. എക്സ്കലേറ്റർ കയറാൻ പേടിയാണ്. ജസ്റ്റ് ഒരു ടേപ്പ് കസേര ഇട്ടിട്ട് ആ കസേരയിൽ കയറിയിട്ട് ഒരു ബുക്ക് മുകളിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് വരെ പേടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ചെറുപ്പം മുതലേ ആ ഒരു ഹൈറ്റിനോടുള്ള ഭയം കാരണമാണ്. നമ്മള് കുട്ടികളില് പാരന്റ്സ് നമ്മൾ തന്നെ ഇൻജെക്ട് ചെയ്യുന്ന ഒരു ഫിയർ ആണ് കേട്ടോ. ഫിയർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് ചിലപ്പോ എന്താ പറയാ, നമ്മള് ഭക്ഷണം കഴിക്കാതെ ആവുമ്പോൾ കുട്ടിനോട് പറയും കൊക്കാച്ചി വരും പിടിച്ചിട്ട് പോകുന്ന. ആ ചിലപ്പോ രാത്രി കുട്ടി കടന്ന് കരയും അല്ലെ, എന്ത് സ്വപ്നം കണ്ടിട്ടായിരിക്കും രാത്രി കൊക്കാച്ചി വന്ന് പിടിച്ചോണ്ട് പോകണ സ്വപ്നം കണ്ടിട്ടായിരിക്കും. അതിന് കാരണക്കാരാരാണ്? പാരന്റ്സ് ആണ് അല്ലെ. എന്റെ അമ്മയാണ് എനിക്കൊരു ഭയം കൈമാറിയത്. അമ്മ നോക്കിയപ്പോ എന്താണ്, അവള് മുകളിൽ കയറി ആക്സിഡന്റ് പറ്റുന്നതിൽ നല്ലത് കുറച്ച് പേടിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അന്ന് മുതലേ ആ ഒരു പേടിനെ കുറിച്ചിട്ട് ആ ഒരു ഹൈറ്റ് എന്നുള്ള ഫിയർ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്ത്. പക്ഷെ എന്താണ് ചെയ്യാൻ പറ്റും? ഇപ്പോഴും ആ ഒരു ഫിയർ എന്നിലുണ്ട്. എ പേഴ്സൺ ഇൻ ഫിയർ ട്രൈസ് ടു ടേൺ ഹിസ് ബാക്ക് ഫ്രം ദ ഒബ്ജക്ട് ഓഫ് ഫിയർ. നമുക്ക് പേടിയുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നടക്കാണ് ചെയ്യാറ്. അതേപോലെ തന്നെ ഞാൻ ഹൈറ്റ് പേടിയായതുകൊണ്ട് ഞാൻ മാക്സിമം ലിഫ്റ്റുകളാണ് യൂസ് ചെയ്യുക മുകളിലേക്ക് കയറാനായിട്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ പോലും ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുകളിലേക്ക് പോകുന്നത്. സ്റ്റെപ്പ് മാക്സിമം കയറുന്ന ഒഴിവാക്കും. ദെൻ ക്ലോസ്ഡ് ലിഫ്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില നമ്മള് ഓപ്പൺ അല്ലാത്ത ഗ്ലാസ് ലിഫ്റ്റുകൾ അല്ലാത്ത ലിഫ്റ്റുകൾ യൂസ് ചെയ്യാൻ നോക്കും. ഫിയർ ഇറ്റ് ഓഫ്റ്റൻ പ്രൊട്ടക്ട് എ പേഴ്സൺ ഫ്രം ഡിസാസ്റ്റർ ആൻഡ് ഹാം. സാധാരണയായിട്ട് കുട്ടികളിൽ ഈ ഒരു ഫിയർ എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. ഫിയർ വിച്ച് ആർ നോട്ട് റിയലിസ്റ്റിക് മേ ബി ഓവർകം ബൈ അവേർനെസ് ഓഫ് അൺറിയാലിറ്റി. പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഇടിമിന്നലിനെ പേടിയായിരുന്നു. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതെങ്ങനെയാണ് ഇടിമിന്നൽ വരുന്നതെന്ന് പറഞ്ഞു തന്നപ്പോ നമ്മൾ പഠിച്ചത് കഴിഞ്ഞപ്പോ എന്താണ്, ആ ഒരു ഇടിമിന്നലിനോടുള്ള പേടി മാറി. പക്ഷെ ഹൈറ്റിനോടുള്ള പേടി മാറിയില്ല. എ ചൈൽഡ് ഹു ഡെവലപ്പ് സർട്ടൻ ഫിയർ. പറഞ്ഞോടാ. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആ ഒരു ഇതെല്ലാം കുട്ടികൾ ഫിയർ ഉണ്ടാവുന്നതിന് കാരണമാവോ? കുട്ടികളിൽ ഫിയർ അമ്മയുടെ ഹെൽത്ത് അറ്റ് ടൈം നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ കുട്ടീനെ അത് ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചില കുട്ടികളിൽ ഭയമായിരിക്കും, ചില എന്റെ കുട്ടികളിൽ മോൾക്ക് ഇപ്പൊ 3.5 വയസ്സായി. പക്ഷെ എല്ലാം ഭയങ്കര പേടി, എല്ലാ കാര്യത്തിനും അതെ ഭയങ്കര പേടിയാണ്. ഇപ്പം അംഗൻവാടിയിൽ അയക്കുന്നുണ്ട്. ഫസ്റ്റിൽ അവിടെ പോയപ്പോ മഴ കാണുമ്പോ തന്നെ മോക്ക് പേടിയാ. ഉമ്മാന്റെ അടുത്ത് പോണെന്ന് പറഞ്ഞ കരച്ചില്ല മഴ കണ്ടാൽ തന്നെ. എല്ലാ കാര്യവും അതെ. ഇപ്പൊ ബീച്ചിൽ പോയാല് വെള്ളത്തിന്റെ അടുത്തൊന്നും പോവില്ല, ഭയങ്കര പേടിയാ. നമ്മളെല്ലാരും കളിക്കാൻ പോയാലും മോള് വരൂല, ദൂരെ നിൽക്കുകയും ചെയ്യാം. ഇങ്ങോട്ടേക്ക് വരും. ഇപ്പം റോഡിൽ നടക്കുമ്പോൾ തന്നെ വണ്ടിയിലും വരുമ്പം നമ്മൾ ഒറ്റയ്ക്ക് നടക്കൂല, എടുക്കണം. പേടിയാണ്, മേത്ത് തട്ടിപ്പോവോ അങ്ങനെ ഒരു പേടി. എല്ലാ കാര്യത്തിലും ഭയങ്കര പേടിയാ. അതെന്താ ചോദിച്ചേ? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് വെച്ച്. ഇല്ല, ആ സമയത്ത് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പൊ എനിക്ക് സംശയം അതുകൊണ്ടാണോ എന്നുള്ളത്. മേ ബി അതുകൊണ്ട് വരാം, പക്ഷെ അത് തന്നെ ആവണമെന്നില്ല.
റിയാലിറ്റിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാകും. കാരണം കുറച്ചും കൂടി മുതിർന്നു കഴിയുമ്പോൾ ഈ ഫിയർ പതുക്കെ പോകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്റെ വീട്ടിൽ വേറെ കുട്ടികളുണ്ട്. അപ്പൊ എല്ലാരും കളിക്കുകയെല്ലാം കണ്ടിട്ട് തന്നെയാ വളർന്നത്. ഇങ്ങനെ ഒറ്റക്ക് വളർന്നോന്നല്ല. മൂത്ത കുട്ടികളാണെങ്കിലും എല്ലാം ചെയ്യുന്നതാ. പക്ഷെ ഇവക്ക് വേറെ ഒരു പേടി. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത്, മെന്റൽ ഹെൽത്തും അതേപോലെ ഫിസിക്കൽ ഹെൽത്തും ഒക്കെ അല്ലെങ്കിൽ കുട്ടീനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരാറുണ്ട്. പക്ഷെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുക, നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹൈറ്റ് പേടികൾ, ഞാനാണ് എനിക്കും ഹൈറ്റ് നല്ല പേടിയാണ് കേട്ടോ. പക്ഷെ ഞാൻ മാക്സിമം എന്താണ് അതിൽ നിന്ന് ആദ്യം ടേൺ ബാക്ക് ചെയ്യാറാ പതിവ്. ചില അതിൽ പിന്തിരിഞ്ഞ് നടക്കാറാ ചെയ്യാറ്. പക്ഷെ ഒരു സ്റ്റേജ് ഞാൻ പറഞ്ഞില്ല, സിറ്റുവേഷൻ എനിക്ക് ശരിക്കും മുകളിലേക്ക് അവരുടെ ഒപ്പം പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അത് ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. കാരണം എനിക്ക് എന്താ പറയാ, ഭയങ്കര വിഷമം തോന്നി, ഭയങ്കര സങ്കടമാണ് വന്നത്. മുകളിലേക്ക് ആ സമയത്ത് ചെല്ലാനായിട്ട് പറ്റുന്നില്ലല്ലോ, ആ ഒരു സങ്കടം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഹൈറ്റുള്ള കാര്യങ്ങൾ ഞാനിപ്പോ സ്വയം ചെറുതായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ആ ഒരു ഫിയർ ഫുള്ളായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഫുള്ളായിട്ട് ഓവർകം ചെയ്തു എന്ന് വിചാരിക്കുന്ന നിമിഷമായിരിക്കും വീണ്ടും ആ ഒരു ഫിയർ വീണ്ടും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഓവർകം ചെയ്തു എന്ന് പറയുന്നില്ല. എന്നാലും ഒരു പരിധി വരെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ. ചിലപ്പോ വെള്ളത്തിനോടുള്ള ഭയം ഉണ്ടാവില്ല. സാധാരണ എനിക്ക് ബാക്കി വെള്ളം പേടി അല്ലെങ്കിലും എനിക്ക് കടല് പേടിയാ. കടലിന്റെ അടുത്തേക്ക് പോകില്ല ഞാൻ. മോക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പം വെള്ളത്തിലെല്ലാം കളിക്കും, ഒന്നും കുഴപ്പമില്ല, മഴ കണ്ട പ്രശ്നമില്ല. പക്ഷെ ബീച്ചിൽ പോയാലും ഭയങ്കര പേടിയാ. എനിക്കുണ്ട്, എനിക്ക് വെള്ളം ഇങ്ങനെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് പേടിയാ. അത് എന്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത്, കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് ഒരു ഫിലിം കണ്ടു. ആ ഒരു ഫിലിമിൽ നിന്നാണ് ആ പേടി വന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ ഓരോ ഫിയറും എങ്ങനെയാണ് എനിക്ക് ഡെവലപ്പ് ചെയ്തത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ അത് കണ്ടത് നമ്മളുടെ ഏതാണ് സിനിമയുടെ പേര് മറന്നുപോയി. അതിൽ സുനാമി വരുന്ന സീനുണ്ട്. അത് കണ്ടേ പിന്നെയാണ് എനിക്ക് കടലിനോടുള്ള പേടി കൂടിയത്. നമ്മളുടെ കമലഹാസന്റെ ഒരു ഫിലിം ദശാവതാരം. ആ ഒരു ഫിലിം കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഭയം ഉള്ളിൽ വന്നത്. സുനാമി വരുന്നതും ആ കടലിനോട് അടുത്തോട്ട് പോകുമ്പോൾ എനിക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അത് മുതിർന്നു കഴിയുമ്പോൾ മാറും. ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവും ഭയങ്ങള്. മുതിർന്നു കഴിയുമ്പോൾ ഭയം ഒരു പരിധി വരെയും കുറയും. പക്ഷെ എന്റെ രണ്ടു കുട്ടികളും കടലിന്റെ അടുത്തേക്ക് പോകും, വെള്ളത്തിൽ പോകും. അപ്പൊ അവരെ കൊണ്ട് പോകുമ്പോ എനിക്ക് എന്തായാലും നോക്കണം, കടലിന്റെ അടുത്തേക്ക് പോകണം. എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ പറ്റില്ല. അവരൊപ്പം തന്നെ നമ്മൾ നിൽക്കട്ടെ. അതുകൊണ്ട് ഒരു പരിധി വരെ ഞാനത് ഓവർകം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിയർ മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. റോൾ ഓഫ് ഇമോഷൻ ഇൻ ചൈൽഡും അഫെക്ഷനും ഹ്യൂമറും ഫിയറും ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. മാം സൈൻ ഔട്ട്. പറഞ്ഞോടാം. ഇന്ന് പ്രധാനമായി 4 കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇമോഷൻസ്, അഫെക്ഷൻ, ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ, ഫിയർ. ഇമോഷൻസ്, സങ്കടവും ദേഷ്യവും പോലെ ഇമോഷൻസ് ഉള്ളിൽ അടക്കി പിടിക്കുന്നത് കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു മനസ്സിലാക്കി. പിന്നെ അതുപോലെ അഫെക്ഷൻ കുട്ടികളുടെ നല്ല ഗ്രോത്തിനും ഡെവലപ്മെന്റിനും കോൺഫിഡൻസിനും മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം വളരെ അത്യാവശ്യമാണെന്നും മനസ്സിലാക്കി. അതുപോലെ ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ ഡെയിലി ലൈഫിലെ ഇമോഷൻസ് കുറക്കാനും സന്തോഷം നൽകാനും നമ്മുടെ ബിഹേവിയർ മെച്ചപ്പെടുത്താനും ഈ ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ കൊണ്ട് സഹായിക്കുന്നു മനസ്സിലായി. ഫിയർ പലപ്പോഴും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെങ്കിലും വെറുതെ ഉണ്ടാകുന്ന പേടികളെ മാറ്റിയെടുക്കണം എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇന്നത്തെ ഈ അധ്യായം ഇത്രയും ലളിതമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് അപർണ മാമിനെ പ്രത്യേകം നന്ദി പറയുന്നു. മാം എപ്പോഴും നല്ല ഉദാഹരണവും അതുപോലെ സ്വന്തം അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ ഒക്കെ ഓർത്തു വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. താങ്ക് യു മാം ഫോർ ദിസ് വണ്ടർഫുൾ ക്ലാസ്. അതോടൊപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.